എന്താടത്? ഇതറിയെങ്കിൽ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയ ബില്ലോ? എന്ത് ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളിന്ന് എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട നമുക്ക് ഒരു ബില്ല് കൊടുക്കണം. ഇത്രക്ക് നേരോ ഒന്ന് പുറത്തിറങ്ങിയ ഭാസ്കരന് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് പോറായി. കയ്യിൽ കാച്ചിന് 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്. ലാലപ്പാ, നിന്റെ വല്ലതും ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാനുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ജെന്നിഫറിനൊന്ന് വിളിച്ചാലോ? ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുമെന്ന്. സച്ചിട്ട് ധൈര്യമായിട്ട് വിളിക്കും. ഹലോ, ഉണ്ട്. ദാ ജെന്നിഫറിന്റെ ഫോൺ. ഹലോ, എന്തു പറ്റിയൊന്ന് വിളിക്കാൻ? ഒരു 1.25 രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രിന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ആ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ? ഓ, അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്. പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാനുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ. വേണ്ട, കണക്ക് കൃത്യമായിട്ട് പാട്ട് സേറ്റിന്റെ കടയില് ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 180 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1375 രൂപ 50 പൈസ ഉണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10-15 കോടി രൂപ കടത്തില്ല. അതിന്റെ ഇടയിലെ പിച്ച കാശ്. നാണക്കേട്. നമ്മുടെ നാടിന് തന്നെ നാണക്കേടല്ലേ? അതുകൊണ്ട് എഴുതി തള്ളിയേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതി തള്ളാൻ ഒക്കൂലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ആലപ്പന അങ്ങോട്ട് വിടേ. മോള് പെട്ടെന്ന് കൊടുത്തു വിടട്ടാ. ഞാൻ വെക്കാണേ. അയ്യോ, വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ. ഉണ്ട് 360 റുപ്പീസ്. പെട്ടെന്ന് കൊടുത്തു വിടണേ. അപ്പൊ മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാല്ലേ? മര്യാദക്ക് സംസാരിച്ച ബില്ലിന്റെ ബാക്കി താൻ വേണ്ട നോക്കിയോ? പോയി വാങ്ങിച്ചിട്ടോ ലാലപ്പ. പെൺകുട്ടിയുടെ വായി നോക്കിക്ക. എന്താ പേര്? വേം വിട്ടോ. എന്നാ വിട്ടോ. എങ്ങോട്ടാ? അല്ല, പാട്ടുസേരനെ കണ്ടിട്ട് കുറച്ചു ദിവസം പോയി. ചെല്ലു. ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? കുറച്ചു ദിവസം പോയി വീട്ടിൽ. ഞാൻ കേറി തുറന്ന് പോയിക്കോളാന്ന്. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലേ? അങ്ങോട്ട് കയറി. എടോ, പോണ വഴിയിൽ പല ബോർഡും കാണും നിർത്താനും പറയും. വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയാ? അല്ല, ആരെങ്കിലും വട്ടം ചാടുമ്പോ നിർത്താവോ? ചേച്ചി ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചോണേ. ആ ഗ്യാപ്പിൽ പുറത്തേക്കാണ്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ. എവിടേക്കാ നിർത്തിയടാ? നിർത്തിയെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസമായില്ലേ? ശരി, വേണ്ട. വണ്ടി ഉണ്ടോ? പോണ പോക്കിന് ബ്രേക്കിലെങ്ങ കാല് വെച്ചാ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയി കിടക്കട്ടെ. ചെല്ലു. ഭാസ്കരൻ അങ്ങോട്ട് കേറിയില്ലേ? ഉന്തിത്തള്ളി വിട്ടതാ. വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നാലേ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും. ഇനിയും തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഡോക്ടർ പറഞ്ഞേക്കണം. ആശുപത്രിയില് കാശ് കുറെ ആയിണ്ടാവൂലേ? ഇവിടെയുള്ള ചില്ലറൊക്കെ തപ്പിപ്പറക്കി കൊടുത്താക്കാന്ന് കരുതിയപ്പോ ഓട്ടോറിക്ഷക്ക് തികയൂല. സേട്ടുപ്പാപ്പയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും. ഫാക്ടറിയിൽ സമരം നീളുള്ള കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഹേടോ, മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ? 10-60 ദിവസം ആയല്ലോ. സമരസഖാക്കൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുക. മാസം വട്ടുവത്തിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിലാ ആശുപത്രിയും ചികിത്സയും. അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഏർപ്പാടിനോട് സ്ഥലം കൊടുക്കരുത്. ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ലൂ ഇത് നിർത്തോടോ. വഴി കൂടെ ഇറങ്ങി കിടന്ന് വല്ല അപകടവും പറ്റണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഒന്നും മിണ്ടാത്ത്. പിന്നെ പോലെ തലയെ കയറുമ്പോ ഇടയ്ക്ക് ക്ലാരനറ്റിൽ 4 പിടുത്തു കേക്കാ. രവീന്ദ്രനാഥിന്റെ പഴയ സംഘം TV ക്യാമറയുടെ മുമ്പിൽ മതിമറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലോ. എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള്? അനശ്വര പ്രതിഭ, ഭാവഗായകൻ,
സംഗീത മാന്ത്രികൻ. ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയ അയാളുടെ ജീവചരിത്രം കംപ്ലീറ്റ് ആവൂടോ. ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത ഇരുണ്ട ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന്. ചങ്ങാതിമാരാരും അതൊന്നും വാഴ്ത്തി പാടിയില്ലേ? കലാകാരന്മാർ സൽഗുണസമ്പന്നരായിട്ട് ആർക്ക് എന്ത് പ്രയോജനം? മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കുന്നുണ്ടല്ലോ. ഇനിയും 10-50 കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും. അതൊന്നും നിസ്സാരല്ല, പറഞ്ഞാ നിന്റെ തലേ കേറൂല. ഓ, ഞാനൊരു രസം കൊല്ലി. കലാകാരന്മാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ആ വാ വാ, ഈ വരവിലെന്തോ പന്തി കേടുണ്ടല്ലോ. ആ സച്ചി കടം. എന്തിനത് മറ്റുള്ളവരെ അറിയിക്കണേ? എന്നാ പിന്നെ വാർത്ത ബോർഡോട് എഴുതിയിട്ട്. കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട്. കടം കൊടുക്കുമ്പോ രേഖ വേണം. അതിനാ ജില്ലാ ജഡ്ജിയുടെ കൺമുമ്പിൽ തന്നെ എഴുതി വെക്കണത്. എന്റെ ചെവരൊക്കെ വൃത്തികേടാക്കുമല്ലോ. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയല്ലേ? ഒന്നുമല്ലെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗി വൃത്തിയുടെ ചുമരിനൊരു അലങ്കാരവും. ഇവിടെയുള്ള പുരാവസ്തുക്കൾക്കിടയിലെ ഈ കണക്കും ഒരുപാട് കാലങ്ങൾ നിലനിൽക്കും. എഴുതിക്കോ, എഴുതി കേറ്റിക്കോ. അയ്യടാ, അങ്ങനെ നിലനിൽക്കാനല്ല, പിന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനാ എഴുതണത്. ഇതെന്ത് 400 360 തന്നുള്ളൂ? ഓഹോ, കാശ് ചോദിക്കുമ്പോ ഫോണിൽ കൂടി എന്തായിരുന്നു പഞ്ചാര. ലാലപ്പന്റെ 400 തയ്ച്ചു കൊടുത്താ. ഹോസ്പിറ്റലിൽ 360 കൊടുത്തത്, ബാക്കി അവനെ തന്നില്ലല്ലോ. ഇനിയിപ്പോ ഭാസ്കരേട്ടന്റെ കയ്യിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവോ? ദേ, അവരെടുത്ത് ഇവരെടുത്തെന്നൊക്കെ പറഞ്ഞ് ഒഴിപ്പിയാലുണ്ടല്ലോ. അല്ല, ഇതെപ്പോ തരും? ഇത് വലിയ ശല്യായല്ലോ. ഇതിലും ഭേദം ഷൈലോക്ക് ഫൈനാൻഷ്യൽസ് ആയിരുന്നു അല്ലേ? അത് ശരി, ഇപ്പൊ ഞാൻ ശല്യല്ലേ? അത്യാവശ്യം വന്നപ്പോ ഒരു ഫൈനാൻസിയേഴ്സിനെയും കണ്ടില്ലല്ലോ. കണ്ടില്ല. ഇല്ലാത്ത കാശ് കടം വാങ്ങി കൊടുത്തിട്ട് ഇപ്പൊ ഇളിക്കാ. ദേ, രണ്ടിലും തീരുമാനിച്ചിട്ടേ ഞാൻ പോണുള്ളൂ. കാശ് എപ്പോ തരും? ഓ, നിന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും കൂട്ടിയിട്ട് അധികം താമസിയാണ്ട് തന്നേക്കാമേ. നിനക്ക് ഈ കാശ് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് വേണോ, അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ട് വേണോ, ഇസ്രായേൽ ഷെയ്ക്കലായിട്ട് വേണോ? ഇനി ഭാസ്കരേട്ടൻ സൈഗാൾ യൂസഫ് ലൂയങ്ങളൊക്കെ പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിക്ക്. ദേ, സേട്ടുപാപ്പ കേൾക്കാനൂടിയാ ഞാൻ പറയണേ. ഈ കണക്ക് മുഴുവൻ തീർക്കാതെ ഇനി എന്റെ ഒരു നയ പൈസ കിട്ടൂല. അതെ, ആ കരിക്കട്ടോടെ വെച്ചിട്ട് പോടി. ഇനി വന്ന് എഴുതണ്ടല്ലേ? അയ്യോ ഒയ്യോ, അതാ ലൂയങ്ങളുടെ വായി പോയി. നീ എന്തിനാ അവളിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കണത്? ഒരു രസം, പണ്ട് മുതലുള്ള ശീലമല്ലേ. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറെ ഓർമ്മ വരും. ആ പ്രസരിപ്പും കുസൃതിയും. ഇവളുടെ പ്രായത്തിൽ സാറ് ഇതുപോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കയറി കണ്ടാലോ എന്ന് വിചാരിക്കും. അതെങ്ങനെ വാതക്കല് കഴുകനെ പോലെ നിൽക്കല്ലേ ആ ഗൃഗറി. ഞാനും സാറാന്റെ കണ്ടിട്ട് ഒരുപാട് കാലായി. ഇവിടെ ചുറ്റിപ്പറ്റി എന്നാലേ എന്റെ ലൊട്ടിലോർക്ക് വേലയൊക്കെ മുടക്കും. നാളെ കാണാൻ പാപ്പ. എന്റെ ലൂയങ്ങളെ ആ സ്റ്റീം എഞ്ചിൻ ഒന്ന് നിർത്ത്. കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കുക. തവള ഭാസ്കരേ. ഭാസ്കര, എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ? ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ. അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാൾ നടന്നവനാ ഈ തബല ഭാസ്കരൻ, അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കരണക്കുറ്റി നോക്കൊരു പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങും ഇല്ലെന്നേ. കറങ്ങും. മോനെ സച്ചൂട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപ എവിടെ? ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏടോ ബോർഡെന്നൊക്കെ വിളിച്ചാണ്ടല്ല, നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശുകൊണ്ട് കള്ളു കുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ?
വേറെ ആരും ചെയ്യൂടാ. നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി വന്ന് 40 രൂപ വെച്ച് ഞാൻ കള്ളുടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല, ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാണ് അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി എടുക്കണോ? ചേച്ചി തവണ എടുക്ക്, എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്, ആശുപത്രി കൊട്ടാൻ എന്റെ പട്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, ഗഗറി ജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്കുക? Lazy beggar.